ഹായ്, എല്ലാവർക്കും നമസ്കാരം. എക്സൈവ് കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മെഴ്സിഡസ് ബെൻസിന്റെ SUV സെഗ്മെന്റിലെ സ്റ്റാർട്ടിംഗ് SUV ആയ GLAയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. അതുപോലെ ബെൻസിന്റെ മോസ്റ്റ് എയറോഡൈനാമിക് ഡിസൈൻ തന്നെയാണ് GLAയിൽ ബെൻസ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് നമുക്ക് പോവാം. വാഹനത്തിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2.2 ലിറ്ററിലാണ് വാഹനം വരുന്നത്. 134 bhp 300 Nm ടോർക്കാണ് വാഹനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. ഒന്നാമതായി പറയുകയാണെങ്കിൽ വാഹനത്തിന്റെ മൈലേജ് തന്നെയാണ്. 18+ മൈലേജ് ആണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക് ഓൾമോസ്റ്റ് 18 എബോവ് വാഹനത്തിന് കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. രണ്ടാമതായി വാഹനത്തിന്റെ സർവീസ് കോസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലാണ് വാഹനത്തിന്റെ സർവീസ് കോസ്റ്റ് വരുന്നത്. മൂന്നാമതായി SUV സെഗ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഓഫ് റോഡ് യാത്രകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ നമുക്ക് കോമ്പാക്ട് ഡിസൈൻ ആയതുകൊണ്ട് വാഹനം വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. വാഹനത്തിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് മെഴ്സിഡസ് GLAക്ക് നൽകിയിരിക്കുന്നത്. നമുക്ക് എടുത്ത് പറയേണ്ടത് അതിന്റെ ക്യാരക്ടർ ലൈൻസ് തന്നെ, ബോണറ്റിൽ വരുന്ന ക്യാരക്ടർ ലൈൻസ്. അതുപോലെ നമുക്കൊരു ബാഡ്ജിങ് നമുക്ക് പഞ്ച് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാർ ബാഡ്ജിങ് പഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രില്ലിലായിട്ട് ഒരു വലിയ ബാഡ്ജിങ് ബെൻസിന്റെ വരുന്നുണ്ട്. സിൽവർ ഡിസൈനിലുള്ള ഗ്രില്ലാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും DRL വരുന്ന ഹെഡ്ലൈറ്റ് യൂണിറ്റ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനടുത്തായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റിന്റെ വാഷർ യൂണിറ്റ് കാണാം. അതുപോലെ നമുക്കൊരു എയർ ഡാം യൂണിറ്റ്സ് നമുക്ക് ബോട്ടം വരുന്നുണ്ട്. അതിലൊരു സിൽവർ ഫിനിഷിംഗ് കൂടെ കൊടുത്തേക്കുന്നുണ്ട്. ഓവറോൾ വാഹനത്തിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റിയർ ഡിസൈൻ ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് എടുത്ത് പറയേണ്ടത് അതിന്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഒരു ടൈൽ ലാംപ്സ് യൂണിറ്റ്സിന്റെ ഇത് കാണാം. നമുക്ക് ബൂട്ടിലോട്ട് വൈഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടൈൽ ലാമ്പ് യൂണിറ്റ്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്കൊരു സിൽവർ ഫിനിഷിങ് നമുക്ക് ബോട്ടം വരുന്നുണ്ട്. റിയർ ക്യാമറ യൂണിറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാഹനത്തിന്. അതുപോലെ തന്നെ നമുക്ക് റിയർ ഡീഫോഗർ വൈപ്പേഴ്സ് എല്ലാം വാഹനത്തിന് നൽകിയിരിക്കുന്നു. സ്റ്റോപ്പ് ലാംപ്സ് നമുക്ക് റിയറിലായിട്ട് വരുന്നുണ്ട്. വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് സ്പേസ് ഉള്ള രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് വാഹനത്തിന് ബെൻസ് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് അഡീഷണൽ സ്പെയർ ടയറിന്റെ ഒരു യൂണിറ്റ്സ് കൂടെ കാണാം. വാഹനത്തിന്റെ സൈഡ് വ്യൂ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് SUVസിന്റെ ഒരു ഡിസൈൻ നമുക്ക് സൈഡ് പോർഷനിൽ കാണാൻ പറ്റും. നമുക്ക് എടുത്ത് പറയേണ്ടത് അതിന്റെ 18 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് വരുന്നത് വാഹനത്തിന്. അതുപോലെ റിയർ വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. ഒരു റൂഫ് റെയിൽ വാഹനത്തിന് നൽകിയിരിക്കുന്നു. അതുപോലെ നമുക്ക് ബ്ലാക്ക് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സൈഡ് പോർഷനാണ് നമുക്ക് വിൻഡോയിൽ നൽകിയിരിക്കുന്നത്. ഓവറോൾ ഡിസൈൻസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് വാഹനത്തിന്റെ. അതുപോലെ തന്നെ SUVs ആയതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 200 mm സ്പേസോളം ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് നൽകിയിരിക്കുന്നു. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വാഹനത്തിന്റെ ഇന്റീരിയർ നൽകിയിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ള ഒരു ഫാബ്രിക്സ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. ഡ്യുവൽ ടോൺ വരുന്ന ഒരു ഫാബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് നോക്കുകയാണെങ്കിൽ 3 സ്പോക്സ് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീൽസ് വരുന്നുണ്ട്. നമുക്ക് ഡോറിന്റെ സൈഡിലായിട്ട് 3 പാസഞ്ചേഴ്സിന്റെ കംഫർട്ട് അനുസരിച്ചിട്ടുള്ള ഒരു മെമ്മറി സെറ്റിംഗ് സീറ്റ് നമുക്ക് കാണാം. ഇലക്ട്രിക് ആണ് വരുന്നത് സീറ്റ്സ് എല്ലാം. അതുപോലെ തന്നെ നമുക്ക് AC വെന്റ്സ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക് ക്രോംസ് ആണ് അവർ അനാവരണം ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ക്ലസ്റ്റേഴ്സ് യൂണിറ്റ്സ് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ, പാഡൽ ഷിഫ്റ്റ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. നമുക്ക് ഓഡിയോ സിസ്റ്റത്തിൽ തന്നെ USB, ഐപോഡ് അതുപോലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു ഓഡിയോയാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്, ഇൻബിൽറ്റ് വരുന്നത്. ഓവറോൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഇന്റീരിയറാണ് ബെൻസ് GLAക്ക് നൽകിയിരിക്കുന്നത്. റിയർ ലെഗ് സ്പേസ് നോക്കുകയാണെങ്കിൽ വളരെ സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ലെഗ് സ്പേസ് വാഹനത്തിന് നൽകിയിരിക്കുന്നു. അതുപോലെ നമുക്ക് സീറ്റിന്റെ ഫാബ്രിക്സ് പറഞ്ഞതാണ്, ഡ്യുവൽ ടോൺ ഫാബ്രിക്സ് ആണ് സീറ്റിന് വരുന്നത്. നമുക്ക് റിയറിൽ അത്യാവശ്യം നമുക്ക് കംഫർട്ടബിൾ ജേണി തന്നെയാണ് വാഹനത്തിന് വരുന്നത്. വാഹനത്തിന്റെ ഡ്രൈവിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഫീൽ തന്നെയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. 2.2 ലിറ്ററിൽ 134 bhp ആണ് വാഹനത്തിന് വരുന്നത്. 300 Nm ടോർക്കും കൂടി വരുന്നതുകൊണ്ട് അത്യാവശ്യം നമുക്ക് ലോങ് ഡ്രൈവ് ഒക്കെ വളരെ കംഫർട്ടാണ്, വളരെ സ്പോർട്ടിയാണ്, അത്യാവശ്യം പവർഫുൾ ആണ് വാഹനം.
നമുക്ക് ഓവറോൾ അതിന്റെ ഹാൻഡ്ലിങ്ങും വാഹനം കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഓവറോൾ ട്രാഫിക്കിലൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വളരെ കൺവീനിയന്റ് ആണ്. വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്കത് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ അതിന്റെ ഓഡിയോയുടെ കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഈസിയാണ് അതിന്റെ ഹാൻഡ്ലിംഗ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിന്റെ സീറ്റിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഒരു SUV മോഡൽ ആയതുകൊണ്ട് കുറെ കൂടി നമുക്ക് സീറ്റിന്റെ കംഫർട്ട് വളരെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് വാഹനത്തിന് നമുക്ക് റോഡുമായിട്ട്. അപ്പൊ അത്യാവശ്യം ലേഡീസ് ഒക്കെ തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണെങ്കിൽ പോലും നമുക്ക് വളരെ വ്യൂ കിട്ടുന്നുണ്ട്, വിസിബിലിറ്റി കുറച്ചുകൂടി കൂടുതലായിട്ട് വാഹനത്തിന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് 18+ മൈലേജ് വാഹനത്തിന് കിട്ടുന്നുണ്ട്. ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് കഴിയുന്നതാണ്. വാഹനത്തിൽ നമുക്ക് ഡ്രൈവിങ്ങിന്റെ വേറൊരു അഡീഷണൽ ഫീച്ചേഴ്സ് കൂടി നമുക്ക് അതിന് നൽകിയിരിക്കുന്നു, ബെഡ്സ്. അതുപോലെ നമുക്ക് സിറ്റി ഡ്രൈവിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്കണോമിക് ഡ്രൈവ് വരുന്നുണ്ട്, ലോങ് ഡ്രൈവില് സ്പോർട്ടി മോഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ടും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു 3 പൊസിഷൻസ് ബെഡ്സ് നൽകിയിരിക്കുന്നു. മോഡൽ 15 രജിസ്ട്രേഷനിലുള്ള GLA 200D ആണ് വാഹനം. ഫുള്ളി കമ്പനി ഹിസ്റ്ററിയിലുള്ള ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാനായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാഹനത്തിന്റെ ഫിനാൻസ്, ബാക്കി എക്സ്ചേഞ്ച് സ്കീംസുകളെല്ലാം എക്സ്ട്രാവിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ലുലു മാളിലും കഴക്കൂട്ടത്തിനും മധ്യേ USTക്കും ഇൻഫോസിസിനും ഓപ്പോസിറ്റ് ആയിട്ട് അൽസായ അറീനയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു.